നമ്മൾ ചേതകിൻ്റെ അവസാന ഘട്ട വർക്കുകളിലേക്ക് കിടക്കുകയാണ്. ഇതാ ഇപ്പോൾ ഈ ഒരു കോലത്തിലാണ് ഇരിക്കുന്നത്. നമ്മൾ ഫ്ലോറ് കംപ്ലീറ്റ് ആയിട്ട് പുതിയതാക്കിയിട്ടുണ്ട്. പിന്നെ ഈ ഭാഗത്തൊന്നും മാറ്റം വരുത്തിയിട്ടില്ല. പിന്നെ അടുത്തൊരിത് ഇൻഡിക്കേറ്റർ വയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് കണ്ടോ, ഇതിൻ്റെ ഒറിജിനൽ എക്സ്പോർട്ട് ക്വാളിറ്റീൻ്റെ വരുന്ന അതേ ടൈപ്പിൽ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു നെറ്റ് വെച്ചിട്ട് വെൽഡ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. കണ്ടോ, ഇത് ഫൈനൽ ലുക്കിൽ അത്യാവശ്യം നല്ലതായിട്ട് ഗ്ലാമറായിട്ട് വരും. പിന്നെ ട്രേ ഒന്ന് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഭാഗം കുറച്ച് ഉള്ളിലേക്ക് ആക്കിയിട്ടുണ്ട്. അടുത്തായിട്ട് വരുന്നത് ഇതാ ഈ ഒരു പോർഷനിൽ ഒരു ഗ്രില്ല് ചെയ്തിട്ടുണ്ട്, ഒരു എയർ വെൻറ്റിലേഷന് വേണ്ടി. പിന്നെ ചെയ്തിട്ടുള്ളത് ഇതാ ഈ ഒരു പോർഷനിൽ ഇവിടെ ആയിട്ട് ഇതിൻ്റെ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബാറ്ററീൻ്റെ ലെവൽ കാര്യങ്ങളെല്ലാം അറിയാൻ വേണ്ടിയിട്ട്. അതുപോലെ ചാർജറിനുള്ള ഒരു ഓപ്ഷൻ ഇതായി ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചാർജർ മഴ നനയ കാര്യങ്ങളൊന്നും വരില്ല. ഒറിജിനൽ ചേതകിൻ്റെ ഫ്യൂവൽ അടിക്കുന്ന അതേ സ്ഥലത്ത് തന്നെ ആക്കി ഇവിടെ ബാറ്ററീൻ്റെ ഇതാക്കി ഉൾഭാഗത്തായിട്ട് ഇതാ ഇങ്ങനെ വരുന്നത്. ഇങ്ങനെയാണ് നമ്മളുടെ ഇൻഡിക്കേറ്റർ വരുന്നത്. ഇൻഡിക്കേറ്റർ ഇത് കണ്ടോ, അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഒരു എക്സ്പോർട്ട് ക്വാളിറ്റീൻ്റെ ഇതിൽ നിൽക്കുന്നുണ്ട്. ചെയ്തിട്ടുള്ളത് എന്താ RX100ൻ്റെ സ്വിസ്സിൻ്റെ ലൈറ്റാണ് എടുത്തിട്ടുള്ളത്. ഇത് RX-ൻ്റെ ഇൻഡിക്കേറ്ററിൻ്റെ കാലിൻ്റെ ഉള്ളിലെ നെട്ട് തന്നെയാണ്. കാരണം അതിൻ്റെ ഉള്ളിലൂടെ ഇതാ ഒരു ഹോള് പോകുന്നുണ്ട്. എന്നിട്ട് നേരെ വയർ ഇതിൻ്റെ ഉള്ളിലേക്ക് എടുക്കാൻ പറ്റും. ബാക്കി ഈ ഒരു പ്ലേറ്റ് ഇതാ മുകളിലേക്കായിട്ട് വരും. അതിനുശേഷം നേരെ ഇതിൻ്റെ കവർ വരും. രണ്ട് ഇൻഡിക്കേറ്ററും വെച്ചതാ ഇതുപോലെ ഉണ്ടാവുക.